മക്കളെ, അപ്പൊ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെ. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചു വെച്ചോളാം. നോക്കിക്കേടാ, നമ്മൾ എന്ത് ചെയ്തു? ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും നമ്മൾ ക്രോസ് ചെയ്യാണ് അല്ലെ. ഉയരം കൂടിയ ചെടിയെയും ഉയരം കുറവുള്ള ചെടിയെയും നമ്മൾ ക്രോസ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ വരുന്നത്? ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. ഇനി എന്ത് എഴുതണം? ഗാമീറ്റ്സ്, ബീജകോശങ്ങൾ എഴുതണം അല്ലെ. ക്യാപിറ്റൽ ടി ഗാമീറ്റ് കാണിക്കാൻ, ബീജകോശമാണെന്ന് കാണിക്കാൻ വട്ടമിടണം. സ്മോൾ ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വട്ടം ഇട്ടു അല്ലെ. ക്യാപിറ്റൽ ടി വട്ടം, സ്മോൾ ടി വട്ടം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഒന്നാം തലമുറ സസ്യങ്ങൾ F1 ജനറേഷൻ കിട്ടിയല്ലേ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ അത് എന്താണ്? ഉയരം കൂടിയ ചെടികളെയാണ് നമുക്ക് ഒന്നാം തലമുറയിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി രണ്ടാം തലമുറ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് പോളിനേറ്റ് ചെയ്യണ്ടേ? അതായത് ഒന്നാം തലമുറയെ നമ്മൾ സ്വപരാഗണം ചെയ്യണം. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി എന്താ എഴുതേണ്ടത്? ബീജകോശങ്ങൾ, ഗാമീറ്റ്സ് എഴുതണം അല്ലെ. ക്യാപിറ്റൽ ടി വട്ടം, സ്മോൾ ടി വട്ടം ഇടുക. ഇവിടെ ക്യാപിറ്റൽ ടി ആണ് വരുന്നത്, ഇവിടെ സ്മോൾ ടി ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? F2 ജനറേഷൻ, രണ്ടാം തലമുറ സസ്യങ്ങളാണ് കിട്ടുന്നത്. അതെങ്ങനെയാ കിട്ടുക നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ക്യാപിറ്റൽ ടി വരും, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു, ഇവിടെ സ്മോൾ ടി ആണ് വന്നിരിക്കുന്നത്. ഇനി ഇവരുടെയൊക്കെ ട്രേറ്റ് എന്താ? ഗുണം എന്താണ്? ക്യാപിറ്റൽ ടി വന്നാൽ ടോൾ ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ടോൾ ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ടോൾ ആണ്, ആൻഡ് സ്മോൾ ടി വന്നാലോ അത് ഉയരക്കുറവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് മൊത്തം 3 ഉയരക്കൂടുതൽ അല്ലെ, 3 ഉയരക്കൂടുതൽ ടോളും 1 ഉയരക്കുറവുമാണ്, ഡ്വാർഫുമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ അല്ലെ, ഫീനോട്ടിപ്പിക് അനുപാതം എന്താണ് എന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യാം.